നന്ദിയുണ്ടോടാ നിനക്ക്? എവിടെയോ കടന്നിരുന്ന നിന്നെ പിടിച്ച് വീട്ടിൽ പ്രതിഷ്ഠിച്ച എന്റെ അമ്മയോട് നീ കാണിച്ചതിനെല്ലാം നിന്നെ ഒറ്റ കുത്തിന് തീർക്കാനുള്ള ചങ്കുറപ്പോട് കൂടിയിട്ടാ ഞാനിപ്പോട്ട് വന്നേ. പക്ഷെ നീ തെരുവിലേക്ക് ഇറക്കിയ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ നിന്നെ കുത്തിക്കഴിഞ്ഞ ആരുമില്ലാണ്ടായിപ്പോ. അവർക്ക് ഇനി ഒരു തുണ ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ബോധം എനിക്ക് ഉള്ളതുകൊണ്ട് മാത്രമാടാ നിന്നെ ഞാൻ കൊല്ലാണ്ട് വിടുന്നേ. പക്ഷെ എന്റെ കലി തീരുന്നവരെ നിന്നെ പൊട്ടിക്കോടാ. എന്റെ അച്ഛനും അമ്മയും ഒഴുക്കിയ കണ്ണീരിനെ നിന്റെ കണ്ണീര് കൊണ്ടുപോകണം എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ. കേട്ടടാ? വിഷ്ണു, ഇത് എന്റെ വീടാ. വീട്ടിൽ കയറി അക്രമം കാണിക്കുന്നോ? നീ ആരടി അത് പറയാൻ? മാറാനല്ലേ പറഞ്ഞ അവനെ തല്ലരുത്. ശരി, അവനെ തല്ലുന്നില്ല, പക്ഷെ നിന്നെ തല്ലണം. നീയൊക്കെ കാരണം ചങ്ക് പൊട്ടി പടിയിറങ്ങേണ്ടി വന്ന എന്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തല്ല്. അതും നിന്റെയൊക്കെ മൂക്കിന്നും വായെന്നും ചോര പൊടിയുന്നവരെ തല്ലും. അത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ വാക്കാ. നിന്റെ ചിറ്റപ്പന് ഉപേന്ദ്രൻ ഓരോ കുരുത്തക്കേട് കാണിച്ചെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഭ്രാന്ത് തുള്ളിയാലോ? ദേ, ചെന്ന് തല്ലേണ്ടതും ചോദിക്കേണ്ടത് അയാളുടെ അടുത്താ, അല്ലാതെ ഈ വീട്ടിലല്ല. ഉപേന്ദ്രൻ എങ്ങനെയാണ് ഈ വീട്ടിലെത്തിയത്? ഈ രോഹിത് അങ്ങനെ മരമുറിക്കിയ കേസിൽ വന്നേ? പറയടി. എല്ലാം നിന്റെ ചന്ദ്രബോസിന്റെ ബുദ്ധി. ഇവരുടെ കയ്യിലെ പാവയായിട്ട് നിന്നുകൊണ്ട് എന്റെ പാവം അമ്മയെ ചതിക്കായിരുന്നടാ. നീയൊക്കെ കൂടിയിട്ടുള്ള ചതിപ്പെട്ടു പോയതേ എന്റെ കുടുംബോടാ. തകർത്ത് കളഞ്ഞില്ലടാ നിനക്ക് ആശ്രയം തന്ന വീടിനെ. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ ജനിപ്പിച്ച കൊച്ചിന്റെ തന്തയാവണോ? പറ. എന്റെ കൊച്ച് തന്നെയാടാ. നീ എന്റെ കൊച്ചിനെ നിന്റെ കൊച്ചായി കണ്ടത് നിന്റെ ഭാഗ്യം. അങ്ങനെ കരുതണം. ഇനി നീ എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറഞ്ഞ എന്റെ കയ്യിൽ വിറച്ച് നിൽക്ക നിന്റെ കൊരവള്ളി. ഞാനിത് ഈ പിടുത്തം മുറുക്കിയ പിന്നെ നീ ഇല്ല. ചെയ്യാത്തത് കുറെ നാൾ നിന്റെ അനിയനായിട്ടങ്ങ് കണ്ടുപോയി, അതുകൊണ്ടാണ്. പക്ഷെ നിന്റെ എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്നങ്ങ് ചൊറിയാൻ വന്ന അത് ഞാനങ്ങ് പറിക്കും, കേട്ടാ? എന്നിട്ട് ഇതിലങ്ങ് അമർത്തും. അതോടെ നീ അങ്ങ് തീരുടാ. ആശാനെ, ആശാനെ വേണ്ട ആശാനെ, അച്ഛനക്കൻ ചത്തു. വെറുതെ ഇനി ഒരു കൊലപാതകത്തിൽ കൂടെ പോയി തലവെച്ചു കൊടുക്കല്ലേ. നിന്റെ ശ്യാമിയുടെ നല്ല ജീവിതത്തിന് വേണ്ടിട്ടല്ലടാ ശാലിനി അത് ചെയ്തേ. അല്ലാതെ അവർ രണ്ടുപേരും നിന്നെ ചതിക്കണമെന്ന് കരുതിയിട്ടാണോ? ആശാനെ വേണ്ട ആശാനെ, പ്ലീസ് മാറ്. ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പോവാ. പക്ഷെ വീട് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എന്റെ അച്ഛനും അമ്മയും എപ്പോഴൊക്കെ സങ്കടപ്പെടുന്നോ അപ്പോഴെല്ലാം നിനക്ക് അടിയുറപ്പാ. നിനക്കും ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചോ. ഇത് പറയുന്ന വിഷ്ണുവാണ്. ചെയ്യാൻ കഴിയുന്നത് മാത്രം പറയുന്ന വിഷ്ണു.
ശരി, പിന്നെ വിളിക്കാം. എടാ അപ്പൊ ഇതാണ് അമ്മ മനസ്സിൽ കരുതിയ അമ്മയുടെ ലോകം അല്ലേ? തീരുമാനങ്ങളെല്ലാം അമ്മ ഒറ്റയ്ക്കാണ് എടുക്കുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും ഞാനൊരു മകനല്ലേ? ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നെ ഒന്നും സൂചിപ്പിക്കാറുന്നില്ലേ? ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കഴിയണ്ടേ? നിന്റെ അച്ഛന് സുഖമില്ലാത്തതാ, അതുകൊണ്ടാ മുൻകൂട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും എന്നോടൊരു വാക്ക് പറഞ്ഞൂടെ? ഒരു സൂചനയെങ്കിലും എനിക്ക് അമ്മയ്ക്ക് തന്നൂടെ? ഒരു 100 വട്ടം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ചോദിച്ചതാ, അമ്മ അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? ആരോടുള്ള വാശി തീർക്കാൻ ഈ പുറപ്പാട്? ഒന്നും ഓർക്കണ്ട, ആ വയ്യാത്ത മനുഷ്യനെ ഓർത്തിട്ടെങ്കിലും. വിഷ്ണു, വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട.